നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ കാര്യമായുള്ള മാറ്റം വരുത്തുവാൻ ശ്രമിക്കുന്നതാണ്. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ നല്ല രീതിയിലുള്ളതായിരിക്കുന്ന അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകാര്യസിദ്ധിയും കുടുംബ ജനാനുകൂലതയും അനുഭവമാകും. ഗൃഹനിർമ്മാണ യോഗവും വാഹനയോഗവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പക്ഷേ അത്ര കണ്ട് ഗുണപ്രദമല്ല. പ്രശ്നങ്ങളിൽ മധ്യസ്ഥത പറയേണ്ടതായി വന്നേക്കാം. ചികിത്സാ ചെലവുകളും ഉണ്ടായേക്കാം. ഹൃദ്രോഗം, വാദസംബന്ധമായുള്ള അസുഖങ്ങൾ, ഉഷ്ണരോഗം എന്നീ അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ആയുസ്സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം കുടുംബജനങ്ങളുമായി ഐക്യത ഉണ്ടാകും. അകൽച്ചയിലുള്ള ബന്ധുക്കൾ യോജിക്കുവാൻ ഇടയേണ്ട. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിക്കാനും സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ നിന്ന് ഗുണാഭിവൃദ്ധി പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി കാര്യമായ രീതിയിൽ ദോഷങ്ങളുണ്ടാകുവാൻ ഇടയില്ല. വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിൽ കൂടിയും അപ്രതീക്ഷിതമായുള്ള ചിലവുകളും ബുദ്ധിമുട്ടിച്ചേക്കാം. ദമ്പതികൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിയെങ്കിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകീരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദ നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം സഹോദര ഗുണം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായുള്ള പല സഹായങ്ങളും ലഭിക്കുകയും സജ്ജനങ്ങളുടെ പ്രീതി ഉണ്ടാവുകയും ഫലമാണ്. പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യവും കാണുന്നുണ്ട്. തൊഴിൽപരമായുള്ള ദോഷങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുവാനും സാധ്യത കൂടുതലായി കാണുന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. വരുമാനത്തിൽ തടസ്സവും ശത്രുഭീതിയും ഉണ്ടാകാം. കുടുംബജനങ്ങളുമായി കലഹങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തസ്കര ഭയത്തിനും സാധ്യത കൂടുതലായുണ്ട്. ദാമ്പത്യ ക്ലേശം, സന്താനാരിഷ്ടം, രോഗഭീതി, മനക്ലേശം എന്നിവയും ഫലമാണ്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദ നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യ നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ യോഗമുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും ഭൂമി വാങ്ങാനുമുള്ളതായ ആലോചനകൾ ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനും ബന്ധു സമാഗമത്തിനും യോഗമുണ്ട്. വിദ്യാർത്ഥികളൊക്കെ വളരെയധികം അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായി ഗുണദോഷ മിശ്രമായ രീതിയിൽ മുന്നോട്ട് പോകും. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടിന് അയവ് പ്രതീക്ഷിക്കാം. ആരോഗ്യാവസ്ഥയും വലിയ രീതിയിൽ ദോഷമില്ല. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ നീരാജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം കുടുംബപരമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും അത്രയധികം ദോഷം ചെയ്യാത്തതായിരിക്കുന്ന സമയമാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇടയുണ്ട്. ആരോഗ്യാവസ്ഥയും ദോഷപ്രദമല്ല. വരുമാനം ഉണ്ടാകുമെങ്കിൽ കൂടിയും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവമാകും. തൊഴിൽ തർക്കങ്ങളും ശത്രുഭീതിയും യാത്രാക്ലേശവും ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം. ബിസിനസ് രംഗങ്ങളിൽ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിയെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാ നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശിക്കാർക്ക് ഈ വാരം അകൽച്ചയിലുള്ള ദമ്പതികൾ ഒരുമിക്കുവാൻ യോഗമുണ്ട്. സന്താനങ്ങളെ കൊണ്ട് സൽപ്പേരും ഉണ്ടാകും. ആരോഗ്യാവസ്ഥ ഗുണപ്രദം.
അപ്രതീക്ഷിത സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പുണ്യസ്ഥല ക്ഷേത്ര ദർശന ഭാഗ്യവും കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ സൗഖ്യവും സമാധാനവും പ്രതീക്ഷിക്കാം. തൊഴിൽപരമായുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധാപുരസരം തീരുമാനിക്കുക. വിശ്വാസന വഞ്ചനയുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്തിലുള്ള യാത്രകളും പരമാവധി ഒഴിവാക്കണം. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ഇളനീർധാര വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി. ചിത്രാ നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽപരമായി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾ അനുഭവമാകും. അധ്വാനത്തിനനുസരിച്ചുള്ള ഫലപ്രാപ്തിയും ഊഹക്കച്ചവടത്തിൽ ലാഭവും ഉണ്ടാകുന്നതാണ്. വിജ്ഞാനപ്രദമായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇടവരും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാവുകയും സഹോദര സഹായ ഗുണം വർദ്ധിക്കുകയും ഫലമാണ്. വിദ്യാർത്ഥികൾക്ക് പക്ഷേ ആലസ്യവും മനോജലതയും അനുഭവപ്പെട്ടേക്കാം. ആരോഗ്യാവസ്ഥയും അത്ര കണ്ട് ഗുണപ്രദമല്ല. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിങ്കിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ മേഖലകളിൽ ഉണർവ് അനുഭവപ്പെടും. ഔചിത്യമുള്ള സമീപന ശൈലി അനുകൂലങ്ങളായിരിക്കുന്ന ഫലങ്ങൾക്ക് വഴിയൊരുക്കും. വൈവാഹിക കാര്യങ്ങൾ തീരുമാനത്തിലാകുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം മെച്ചപ്രദമായിരിക്കുന്ന സമയമാണ്. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഗൃഹമോ ഭൂമിയോ വാങ്ങുവാനും ഇടയുണ്ട്. വസ്തു വാഹനങ്ങളിൽ നിന്ന് വരുമാനങ്ങളും ഉണ്ടാകാം. മാതൃസ്ഥാനീയർക്ക് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവമാകും. ആരോഗ്യാവസ്ഥയും ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ നീരാജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം കുടുംബജനങ്ങളുടെ പിന്തുണയും സജ്ജനങ്ങളുടെ പ്രീതിയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇടവരുത്തും. വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും പൊതുവെ വർദ്ധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ സാന്ത്വന സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും. വളരെയധികം പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കൂടിയും കാര്യമായി ഭയപ്പെടാനില്ല. തൊഴിൽപരമായും പൊതുപ്രവർത്തനപരമായും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുള്ള സമയമാണ്. കീഴ് ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ പരിഹരിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായും വന്നേക്കാം. വാക്കുകൾ പൊതുവെ ശ്രദ്ധിച്ച് പ്രയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം കലഹ സാധ്യത വാക്കുകളിൽ നിലയ്ക്കാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിയെങ്കിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കുന്ന സമയമാണ്. പുതിയ പ്രവർത്തന മേഖലകളൊക്കെ തുടക്കം കുറിക്കുവാൻ കഴിയും. അസാധ്യകരം എന്ന് തോന്നുന്ന പലതും ഈശ്വര പ്രാർത്ഥനകളാൽ സാധിപ്പിക്കുവാനും കഴിയും. വിദ്യാർത്ഥികളൊക്കെ അനാവശ്യമായുള്ള ടെൻഷനും മനോവിഷമതയും അനുഭവപ്പെടും. സഹോദര സ്ഥാനീയരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരുന്നതായ സഹായങ്ങൾ പലതും തടസ്സപ്പെടാൻ ഇടയുണ്ട്. കുടുംബത്തിൽ മംഗളകാര്യാലോചനയും ബന്ധുസമാഗമവും ഉണ്ടാകും. ദാമ്പത്യ ക്ലേശവും യാത്രാക്ലേശവും അനുഭവമാകാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിയെങ്കിൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽപരമായി നല്ല ഗുണങ്ങളുണ്ടാകും. എങ്കിൽ കൂടിയും പൈസ മുടക്കിയുള്ള ബിസിനസ്സുകൾ അത്രയധികം ശ്രേയസ്കരമായിരിക്കില്ല. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. മുടങ്ങിക്കിടപ്പുള്ള പദ്ധതികൾ പുനരാരംഭിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മെച്ചപ്രദമായിരിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ പൊതുവെ അനാവശ്യ രീതിയിലുള്ളതായിരിക്കുന്ന കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദമ്പതികൾ തമ്മിൽ ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റങ്ങളും ഉണ്ടായേക്കാം. വാഹനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി.
പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം പ്രവർത്തനക്ഷമതയുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആഗമനം മനസ്സിന് സമാധാനം ഉണ്ടാക്കും. ജീവിത പങ്കാളിയുടെ സാന്ത്വന സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും. സന്താനങ്ങൾക്ക് ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. രോഗാവസ്ഥകൾ കാര്യമായി വിഷമങ്ങൾ ഉണ്ടാക്കില്ല. എങ്കിൽ കൂടിയും മുറിവോ ചതവോ സംഭവിക്കാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം അനുഭവപ്പെടുന്നതായ സമയമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിദ്യയിലെ രണ്ടാം ഘട്ടമായ അനുഷ്ഠാനത്തിലേക്ക് നമുക്ക് കിടക്കാം. അനുഷ്ഠാനത്തിൽ പറയുന്നത് ദാസ്യാസക്തിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ദാസ്യാസക്തി എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ ദാസനായി ഇരിക്കാനുള്ള ഒരു തരം ആസക്തിയാണ് ദാസ്യാസക്തി. ഇവിടെ ഒരു ദാസൻ യജമാനന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവോ അതുപോലെയൊക്കെ തന്നെ ലോകസ്വാമിയായ ഭഗവാന്റെ ദാസനാണ് താൻ എന്നുള്ള ഭാവത്തിൽ ഭക്തൻ ചെയ്യുന്നതായിരിക്കുന്ന ഒരു തലമാണ് ദാസ്യാസക്തി. ഇവിടെ അതിനു വേണ്ടിയാണ് ആ ഭക്തൻ ജീവിക്കുന്നത് തന്നെ. ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൻ്റെ സ്വാമിയാണ് എന്നും ഞാൻ അവിടുത്തെ ഇച്ഛ അഥവാ ആഗ്രഹം നിറവേറ്റാനുള്ള ദാസനാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു അനുസന്ധാനം സദാസമയവും ഈ ദാസ്യാസക്തിയിൽ കൈവരുന്നു. നവതാഭക്തിയിൽ ദാസ്യം എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവിടെ ദാസ്യാസക്തി എന്ന് പറയുന്നത്. ഇനി വരുന്ന ഒന്നാണ് സഖ്യാസക്തി. ഈശ്വരനെ സഖാവായി കാണാനുള്ള ഒരു തരം ആസക്തിയാണിത്. സഖാവ് എന്നാൽ കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. ഇവിടെ ഭഗവാനും ഭക്തനും കൂട്ടുകാർ എന്നുള്ള രീതിയിലായിരിക്കും അവസ്ഥ. ഭഗവാൻ തീർത്തും കൂട്ടുകാരനോട് എന്ന പോലെയായിരിക്കും ഭഗവാനോടുള്ള ആ ഭക്തൻ്റെ സമീപനവും. ഇഷ്ടദേവതയോട് ആ ഭക്തൻ പെരുമാറുന്നതും അപ്രകാരമായിരിക്കും. നവതാഭക്തിയിൽ പറഞ്ഞ സഖ്യം തന്നെ ആണിത് ഈ ഒരു ഭാവവും. അടുത്തതായി ശ്രീ നാരദ മഹർഷി ഉപദേശിച്ച ഒരു തലമാണ് കാന്താസക്തി എന്നുള്ളത്. ഈശ്വരൻ്റെ കാന്തയെ എന്ന പോലെ തന്നെ കാണുവാനുള്ളതായ ഒരു ആസക്തിയാണിത്. തൻ്റെ ഇഷ്ടദേവനെ തൻ്റെ പ്രിയ പങ്കാളിയെ എന്നോണം കണ്ട് ഭക്ത കഴിയുന്നു. ഇവിടെ നമുക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടാവുന്നത് ഭക്തമീരയെയാണ്. ഭക്തമീര സദാസമയവും ഈശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇരുന്നത്. നവതാഭക്തിയിൽ കാന്താസക്തിക്കുള്ള സ്ഥാനം ആത്മനിവേദനം എന്നതിൽ നമുക്ക് കാണുവാൻ കഴിയും. അടുത്തതായി വരുന്നതാണ് വാത്സല്യാസക്തി. ഭഗവാനെ വാത്സല്യ രൂപത്തിൽ കാണുവാനുള്ള ആസക്തിയാണിത്. ഇവിടെ ഭഗവാനെ തൻ്റെ പുത്രൻ എന്ന പോലെ വീക്ഷിക്കുകയാണ് ഭക്തൻ ചെയ്യുന്നത്. ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കുറൂരമ്മ. കുറൂരമ്മ ഭഗവാൻ എന്നുള്ള രൂപത്തിനേക്കാൾ ഉപരി തൻ്റെ കുടുംബത്തിലെ തന്നെ ഒരു ഉണ്ണിയെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. ഭഗവാനും അതേ മാതൃവാത്സല്യം തന്നെയാണ് കുറൂരമ്മയോടും ഉണ്ടായിരുന്നത്. ഇതിലേക്ക് ഉദാഹരണമായി നമുക്കൊരു കഥയെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഒരു പരദേശിയായ ബ്രാഹ്മണൻ ഒരു നാളിൽ വയറുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന അദ്ദേഹം ഗുരുവായൂരിൽ പോയി ദർശനം നടത്തിയാൽ തൻ്റെ വയറുവേദന മാറും എന്നുള്ളൊരു ഉദ്ദേശത്താൽ ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ചു. ഗുരുവായൂരപ്പനെ കൺകുളിർക്കെ കണ്ട് തൊഴുതു നിൽക്കുന്നതായിരിക്കുന്ന ആ സമയത്തിൽ അതിന് സമീപത്ത് തന്നെ തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവിചാരിതമായി മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു തോന്നൽ നിമിത്തമായിട്ട് അദ്ദേഹം ആ ബ്രാഹ്മണനെ സമീപിച്ചു. എന്നിട്ട് ആ ബ്രാഹ്മണനോട് ചോദിച്ചു, തേജസ്വിയായ സ്വാമിയാരെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ വയറുവേദന നിമിത്തമായിട്ട്. എൻ്റെ ഈ വയറുവേദന എപ്പോൾ മാറും എന്ന് അങ്ങ് ഗുരുവായൂരപ്പനോടൊന്ന് ചോദിച്ചു പറയുമോ എന്ന് ചോദിച്ചു. ആ സ്വാമി അല്പസമയം കണ്ണടച്ചു നിന്ന ശേഷം ഈ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈ വ്യക്തിയുടെ വയറുവേദന എപ്പോഴാണ് മാറുക എന്നെനിക്കൊന്ന് അറിയിച്ചു തരൂ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാന്റെ ശബ്ദത്തിലുള്ള ഒരു അശരീരി അവിടെ ഇദ്ദേഹത്തിന് മാത്രം കേൾക്കാൻ കഴിയുന്ന തരത്തിൽ മുഴങ്ങിയത്രേ. ഈ വ്യക്തിയുടെ മുൻജന്മ പാപത്താലാണ് ഇദ്ദേഹത്തിന് വയറുവേദന വന്നിരിക്കുന്നത് എന്നും 2 ജന്മത്തോളം ആ വയറുവേദനയ്ക്ക് ദൈർഘ്യമുണ്ട്, അതുവരെയും മാറില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു അശരീരി ഇദ്ദേഹത്തിന് കേട്ടു. ഇദ്ദേഹം അപ്രകാരം തന്നെ ആ വ്യക്തിയോട് പറയുകയും ചെയ്തു, നിങ്ങൾക്ക് 2 ജന്മത്തോളം ഈ വയറുവേദന ഉണ്ടാകും, അത് മാറില്ല,
അതിന് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വയറുവേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കും, അത്ര മാത്രമേ ഉള്ളൂ, മാറില്ല എന്ന് പറഞ്ഞു. ഈ ബ്രാഹ്മണൻ വളരെയധികം വ്യസനത്തോടു കൂടിയിട്ട് തിരിച്ച് നടക്കുകയാണ്. വഴിയിൽ വെച്ചിട്ട് കുറൂരമ്മയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. കുറൂരമ്മ നോക്കുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയിട്ട് തനിക്ക് നേരെ നടന്നു വരുന്ന ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണനോട് ആ അമ്മ കാര്യം തിരക്കിയത്രയും. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഈ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ് വയറുവേദന നിമിത്തമായിട്ട്. ഗുരുവായൂരപ്പനെ ഭജനമിരുന്നാൽ ശരിയാകും എന്നുള്ളൊരു വിചാരത്തോടു കൂടിയാണ് ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്തുവാൻ വേണ്ടിയിട്ട് വന്നത്. അവിടെ വെച്ച് ഉണ്ടായ സംഗതികൾ പറഞ്ഞ് കേൾപ്പിച്ചു കുറൂരമ്മയെ. 2 ജന്മത്തോളം എനിക്ക് ഈ വയറുവേദന ഉണ്ടാകും, ഇത് മാറില്ല എന്നുള്ളത് കുറൂരമ്മയോട് പറഞ്ഞു അത്രേ. അപ്പോൾ കുറൂരമ്മ അല്പസമയം ആലോചിച്ച് അല്പസമയം കണ്ണടച്ച് നിന്ന് ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു അത്രേ. ഭഗവാനെ, ഈ പാവത്തിൻ്റെ വയറുവേദന ഒന്ന് മാറ്റിക്കൊടുക്കണേ എന്ന് മാത്രം. അത്ഭുതം തന്നെ, ആ വ്യക്തിയുടെ വയറുവേദന നിശേഷം മാറിയത്ര. ഈ കാര്യം ഗ്രഹിച്ച ആ സ്വാമിയാർ ഭഗവാനോട് പരാതി പറഞ്ഞു. ഭഗവാനെ, ഞാനും അങ്ങയോട് ഇതേ രീതിയിൽ തന്നെയുള്ള പ്രാർത്ഥനയല്ലേ ചോദിച്ചത്. ആ വ്യക്തിക്ക് വയറുവേദന മാറും, 2 ജന്മത്തോളം ഉണ്ടാകുമെന്ന് അങ്ങ് തന്നെയാണ് എൻ്റെ അടുത്ത് ഉപദേശിച്ചത്. എന്നിട്ടിപ്പോൾ ഇതാ കുറൂരമ്മയുടെ അടുത്ത് ആ വ്യക്തി പോയ സമയത്തിൽ ആ വ്യക്തിയുടെ വയറുവേദന നിശേഷം മാറിയിരിക്കുന്നു. ഇതൊരു പക്ഷാഭേദമല്ലേ? എന്നോട് മാത്രം ഈ പക്ഷാഭേദം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ കൃഷ്ണൻ ആ സ്വാമിയോട് ഇങ്ങനെ അരുളി ചെയ്തു അത്രേ. ആ വ്യക്തിയുടെ മുൻജന്മ പാപം നിമിത്തം ആയിട്ട് തന്നെയാണ് ആ വ്യക്തിക്ക് വയറുവേദന വന്നിരിക്കുന്നത്. അതിൻ്റെ ദൈർഘ്യം 2 ജന്മം തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. ആ 2 ജന്മത്തോളം അയാൾക്ക് വയറുവേദന അനുഭവിക്കണമെന്നുള്ളത് നിസ്സംശയം തന്നെയാണ്. പക്ഷേ എൻ്റെ കുറൂരമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ മാറ്റുവാൻ കഴിയുമോ, അതിനെ തടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് അത്രേ ചോദിച്ചത്. അതുകൊണ്ടാണത്രേ ഈ കുറൂരമ്മയുടെ ഒരു വാക്കിൻ്റെ, ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണത്രേ ഭഗവാൻ ആ വയറുവേദനയെ മാറ്റിക്കൊടുത്തത്. അപ്പോൾ ഇത്രയുമാണ് ഈ വാത്സല്യാസക്തിയുടെ ഒരു ഫലം എന്ന് പറയുന്നത്. ഒരു അമ്മ തൻ്റെ മകന് ഇഷ്ടപദാർത്ഥങ്ങളൊക്കെ തന്നെ കൊടുത്ത് ലാളിക്കുന്നത് പോലെ ഈ അവസ്ഥയിൽ ഭക്തനും ഭഗവാനെ ലാളിക്കുകയാണ് ചെയ്യുന്നത്. നവതാ ഭക്തിയിൽ ഇതിനോട് അടുത്ത് വരുന്നത് ആത്മനിവേദനം എന്നുള്ളതായിരിക്കുന്ന ഒരു തലമാണ്. ഇനി അടുത്തതായി വരുന്നതാണ് ആത്മനിവേദനാസക്തി എന്നുള്ളത്. സ്വയം ഭഗവാനിൽ നിവേദിക്കുവാനുള്ള ഒരു ആസക്തിയാണത്. ഹേ ഭഗവാനെ, അവിടത്തേത് തന്നെയാണ് ഞാൻ എന്നുള്ളതായിരിക്കുന്ന ഭാവത്തിൽ സ്വയം തന്നെ അവനവനെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്ന ഒരു തരം ഭക്തിയാണ് ആത്മനിവേദനാസക്തി. ഇതിനെ തന്നെയാണ് ആത്മനിവേദനം എന്ന് നവതാ ഭക്തിയിലും പറയുന്നത്. അടുത്തതായി വരുന്ന ഒരു ഭക്തിയുടെ തലമാണ് തന്മയതാസക്തി. തന്മയരായിരിക്കാനുള്ള ഒരു തരം ആസക്തിയാണിത്. ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമാണിത്. അതായത് ഞാൻ ഉപാസകനും ഭഗവാൻ ഉപാസ്യവും ആണ് എന്നുള്ളതായ ദ്വൈത രൂപത്തിന് ഉപരിയായി ഈശ്വര സ്വരൂപസ്ഥിതനായുള്ള ഭക്തൻ്റെ വർത്തമാനമാണിത്. തന്മയം എന്നാൽ ഈശ്വരൻ തന്നെ സർവസ്വവും എന്നുള്ളതായ ചിന്തയിൽ ഈശ്വരൈക രൂപമായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം. ഈ തലത്തിലുള്ള ഭക്തൻ്റെ സർവസ്വവും ഈശ്വരൻ തന്നെയാണ്. അടുത്തതായി വരുന്ന തലമാണ് പരമവിരഹാസക്തി. ഈശ്വര ദർശനം ഇല്ലാതുള്ളപ്പോൾ പരമവിരഹമായിരിക്കുന്ന താപം തോന്നുന്ന ഒരു തരം ആസക്തിയാണിത്. ഈശ്വരൻ്റെ സ്മരണ അല്ലെങ്കിൽ ഓർമ്മ എപ്പോഴെങ്കിലും കൈവിട്ടു പോകുമ്പോൾ വലുതായുള്ള വിഷമം തോന്നുന്ന, വലുതായുള്ള വിരഹം തോന്നുന്ന ഒരു അവസ്ഥയാണ് പരമവിരഹാസക്തി. ഇതിന് ഉത്തമമായുള്ള ഉദാഹരണമാണ് ഗോപികമാർ. ഭഗവാന്റെ ദർശനം എപ്പോഴൊക്കെയാണോ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നത് അപ്പോഴെല്ലാം തന്നെ അവർ വലുതായുള്ള വിരഹം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇഷ്ടദേവതാ വിസ്മരണത്തിൽ പരമവ്യാകുലത തോന്നുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ പരമവിരഹാസക്തി എന്ന് പറയുന്നത്. ജ്യോതിഷവിദ്യയിലെ 3ാം ഘട്ടമായ ഔഷധിയിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച നമുക്ക് കർപ്പൂരത്തെ പരിചയപ്പെടാം. ലോറേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് കർപ്പൂരം. ഏകദേശം 8 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ മരത്തിൻ്റെ തൊലിയുടെ പുറം ഭാഗം കറുത്തിട്ടായിരിക്കും. കർപ്പൂരത്തിൻ്റെ ഇല ഞെരടിയാൽ കർപ്പൂരഗന്ധം ഉണ്ടാകുന്നതാണ്. ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും കർപ്പൂരം ഉപയോഗിച്ച് ഔഷധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്.
തിക്ത കടുമധുരരസവും ലഘു തീക്ഷ്ണ ഗുണവും ശീതവീര്യവും വിഭാഗത്തിൽ കടുവുമാണ് കർപ്പൂരം. കർപ്പൂരമരത്തിൻ്റെ തടി, വേര് എന്നിവയിൽ നിന്നെടുക്കുന്ന തൈലം ഇതിൻ്റെ കറയേക്കാൾ ഔഷധമൂല്യം കൂടുതലായി ഉള്ളതാണ്. ഇതിൻ്റെ തൈലത്തിൻ്റെ മുഖ്യ ഘടകം സാഫ്രോൾ ആണ്. ഇതിൻ്റെ വിത്തിൽ ഒരുതരം കൊഴുപ്പും സ്റ്റെനെപ്റ്റിനസ് എന്ന ബാഷ്പശീലമുള്ളതായ തൈലവും അടങ്ങിയിട്ടുണ്ട്. ഹൃദയ സങ്കോച വികാസക്ഷമതയും ശ്വാസകോശം, നാഡീസംബന്ധമായുള്ള രോഗങ്ങൾ, മാംസപേശികൾക്ക് ഉണ്ടാകുന്നതായ പിരിമുറുക്കം അഥവാ വലിഞ്ഞു മുറുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഫലപ്രദവും വാതകഫജ രോഗങ്ങൾ ശമിപ്പിക്കുന്നതുമാണ് കർപ്പൂരം. ഇത് ത്വക്കിന് ഉന്മേഷം നൽകുന്നു. ഇതിൻ്റെ കറയും തൈലവും ഔഷധയോഗ്യം ഉള്ളവയാണ്. കർപ്പൂരം ആവണക്കെണ്ണയിൽ ലയിപ്പിച്ച് പുരട്ടുന്നത് വാതവേദനയ്ക്ക് വളരെയധികം ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. അതിസാരം, കോളറ എന്നിവ മാറാൻ കർപ്പൂരം 5 ഗ്രെയിൻ, കറുപ്പ് 2 ഡൈഗ്രാം, കടജ്വത ചൂർണം 1/2 ഗ്രാം എന്നിവ ചേർത്ത് ഗുളിക രൂപത്തിലാക്കി 3 നേരം കഴിച്ചാൽ മതിയാകും എന്ന് പറയപ്പെടുന്നു. കർപ്പൂരാസവം 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ 2 നേരവും ദിവസവും കഴിക്കുന്നത് വളരെയധികം ഫലപ്രദം തന്നെയാണ്. കർപ്പൂര തൈലം ചുടുവെള്ളത്തിൽ ചേർത്ത് ആവി കൊള്ളുന്നതിനോടൊപ്പം തന്നെ ശ്വസിക്കുക കൂടി ചെയ്യുന്നത് ചുമ, പനി, കഫതടസ്സം എന്നിവയ്ക്ക് വളരെയധികം ഫലപ്രദമാണ്. 1 മുതൽ 3 ഗ്രാം വരെ കർപ്പൂരാദി ചൂർണം സേവിക്കുന്നത് ശ്വാസകോശ രോഗങ്ങൾക്ക് വളരെ ഉത്തമമാണ്. ജ്യോതിഷവിദ്യയിലെ 4ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച നമുക്ക് തേൻകുറിശ്ശിയിൽ നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. തേൻകുറിശ്ശിയിൽ നിന്ന് ഉല്ലാസാണ് നമുക്ക് എഴുത്തെഴുതിയിരിക്കുന്നത്. എൻ്റെ പേര് ഉല്ലാസ്. എൻ്റെയും ഭാര്യയുടെയും ജാതകം ഞാൻ ഇതിനോടൊപ്പം അയക്കുന്നുണ്ട്. ഞങ്ങളുടെ ജാതകപ്രകാരം ചേർച്ച നോക്കിയ സമയത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം 16 വർഷത്തിന് ശേഷം കൂട്ടുദശാസന്ധദോഷം വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇനി ഏകദേശം 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ആ കൂട്ടുദശാസന്ധദോഷം വരുന്നത്. ഞങ്ങളുടെ ജാതകപ്രകാരം ആ കൂട്ടുദശാസന്ധദോഷം വരുന്നത് ഞങ്ങൾക്ക് ഭാവി ജീവിതത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുമോ, ആരെങ്കിലും മരണപ്പെടാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രധാനമായും അറിയേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉല്ലാസിൻ്റെ പ്രധാനമായുള്ള സംശയം കൂട്ടുദശയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഞങ്ങളിപ്പോൾ ഒരു വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നത് വീടിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളും അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉല്ലാസിൻ്റെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. 33 വയസ്സ് കഴിഞ്ഞ് 10 മാസം 23 ദിവസമായി ഉല്ലാസിൻ്റെ ജാതകപ്രകാരം. ഇപ്പോൾ 6 വർഷത്തോളമായിട്ട് വ്യാഴൻ്റെ ദശാകാലമാണ് ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴദശാകാലം കഴിയാൻ 10 വർഷത്തോളം ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ഭാര്യാജാതക പ്രകാരം അവിട്ടം നക്ഷത്രപ്രകാരം 27 വയസ്സ് കഴിഞ്ഞ് 4 മാസമായി. ഭാര്യയ്ക്ക് 5 വർഷം 7 മാസം 5 ദിവസമായി ആരംഭിച്ച വ്യാഴദശാകാലം ഇനി 10 വർഷം 4 മാസം കൂടിയിട്ട് ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടുപേർക്കും 10 വർഷത്തിന് ശേഷം വരുന്നതായിരിക്കുന്ന സമയം കൂട്ടുദശാസന്ധൻ്റെ ഒരു ലക്ഷണം പറഞ്ഞു. പക്ഷേ 6 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. കറക്റ്റ് മുൻപുണ്ടായിരുന്ന 6ാമത്തെ വർഷത്തിൽ കഴിഞ്ഞ 6 വർഷത്തിൻ്റെ ആ സമയത്തിലും ഒരു കൂട്ടുദശയുടെ ഒരു യോഗം പ്രധാനമായിട്ടും രണ്ടുപേരുടെയും ജാതകപ്രകാരം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതെന്തുകൊണ്ടാണ് കാണാതെ വിട്ടത് എന്ന് പറയാൻ കഴിയില്ല. ഇനി വരുന്നതായിരിക്കുന്ന ആ 10ാമത്തെ വർഷത്തിൽ വരുന്ന കൂട്ടുദശയുടെ ദൈർഘ്യം 4 മാസത്തെ ഇടവേളയിലാണ് ആ കൂട്ടുദശ പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അത് കുറച്ചൊരു ദോഷപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഭാര്യാജാതകപ്രകാരം കുറച്ചൊരു ദോഷ രീതിയിൽ നിൽക്കുന്നതായിരിക്കുന്ന വ്യാഴമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രതികൂല രീതിയിൽ നിൽക്കുന്ന വ്യാഴം ശത്രുഗ്രഹമായിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ വീട്ടിൽ നിൽക്കുകയും പാപനായിരിക്കുന്ന ഗുളികനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു ബന്ധം കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഷ്ടമാധിപത്യം ഉള്ളതായിരിക്കുന്ന ആ വ്യാഴം കുറച്ച് കൂടുതലായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിപ്പിച്ചേക്കാനുള്ള സാധ്യത പ്രധാനമായും പറയുന്നുണ്ട്. അതിനാൽ തന്നെ രണ്ടുപേരുടെ ജാതകത്തിലും വരുന്നതായിരിക്കുന്ന ആ വ്യാഴദശയുടെ അവസാന കാലഘട്ടം കുറച്ചൊരു ദോഷപ്രദമായേക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതിനെ മുൻകൂട്ടിയുള്ള പ്രതിവിധി എന്നുള്ളതായിരിക്കുന്ന രീതിയിൽ ഭഗവാൻ കൃഷ്ണനെയോ മഹാവിഷ്ണുവിനെയോ പതിവായി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഗുരുവായൂരപ്പനെ മനസ്സുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലിരിക്കുന്നതും വളരെയധികം ഫലപ്രദം തന്നെയാണ്. ഇനി വരുന്നതായിരിക്കുന്ന ആ 10ാമത്തെ വർഷത്തിൽ കൂട്ടുദശയുടെ കാലം വരുന്ന ആ 10ാമത്തെ വർഷത്തിൽ
മാസം പ്രതി ജന്മനക്ഷത്രത്തിന് ഇരുവരുടെയും നക്ഷത്രത്തിന് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലിയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമവും നടത്തുന്നതും നന്നായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടുദശയുടെ കാഠിന്യം കുറയ്ക്കുവാൻ ഈ പറഞ്ഞിരിക്കുന്നതായ വഴിപാടുകൾ ചെയ്താൽ മതിയാകും. ജാതകപ്രകാരം ഭവന സംബന്ധമായിരിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് എന്നുകൂടി പറഞ്ഞിരുന്നു. രണ്ടുപേർക്കും വ്യാഴദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴൻ്റെ ദശാകാല പ്രകാരം തന്നെ ഭവന നിർമ്മാണത്തിനുള്ളതായിരിക്കുന്ന പൂർണ്ണ സാധ്യതകൾ പറയുന്നുണ്ട്. വരുന്ന മെയ് മാസത്തിന് ശേഷം ജാതകപ്രകാരം കുറെ കൂടി മെച്ചപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുദശയുടെ ദോഷനിവൃത്തിക്കായി മുൻപ് പറഞ്ഞിരിക്കുന്നതായ പ്രതിവിധികൾ അനുഷ്ഠിക്കുക. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനന സമയമനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലമറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: പാടൂർ ജ്യോത്സ്യൻ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.